ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിതാ കുട്ടികളെയും കൂട്ടിയിട്ട് കോയമ്പത്തൂരുള്ള ശരവണ സ്റ്റോഴ്സിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് ഇതാ ഫ്രണ്ടിൽ തന്നെ കേരള സ്റ്റൈൽ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്, അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ ഇതാ ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഷോപ്പുകളിലും കോയമ്പത്തൂർ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ ദൈവത്തിന് ഭയങ്കര ദൈവവിശ്വാസികളാണല്ലോ തമിഴ്നാട്ടിലുള്ളവർ. അപ്പോൾ ഇതാ എല്ലാ ഷോപ്പിലും ഇതുപോലെ ഉണ്ടാവും. കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാനാണ് ആക്ച്വലി പോയത്. വലിയ രീതിക്കുള്ള ഷോപ്പിംഗ് ഒന്നും അല്ല, ചെറിയ രീതിക്ക്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഓരോരോ ഫ്ലോറിലും നമ്മൾ കേരളത്തിൽ കാണാൻ പറ്റാത്ത അത്രയും കളക്ഷൻ ഉണ്ട് ഇവിടെ. ചെരുപ്പിനൊക്കെ മൊത്തത്തിലൊരു ഫ്ലോറാണ്. ഇത് മൊത്തം കുട്ടികളുടെ ഐറ്റംസ് ഉള്ള ഫ്ലോറാണ്. അതുപോലെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് അവൈലബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ. കളക്ഷൻ ഒരുപാടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും കൂടുതലുണ്ട്. ഞാൻ നാട്ടിലൊന്നും ഇത്ര അധികം കണ്ടിട്ടില്ല. അത് നോക്കൂ, ചെരുപ്പിൻ്റെ കളക്ഷൻ എത്രയാണെന്ന്. ഈ ഫ്ലോർ മൊത്തത്തിൽ ഒരു 5 ലൈൻ 6 ലൈൻ ഉണ്ട് മൊത്തത്തിൽ ചെരുപ്പിൻ്റെ സെക്ഷൻ. അതുപോലെ ഫാൻസി ഐറ്റംസ് ആയിക്കോട്ടെ, ഡ്രസ്സ് പക്ഷെ വളരെ കുറച്ച് ക്വാളിറ്റി കമ്മിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊന്നും വാങ്ങിക്കാറില്ല. പക്ഷെ ഫാൻസി ഐറ്റംസിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടല്ലോ, ഒരു ഫ്ലോർ മൊത്തത്തിൽ ഫാൻസിൻ്റെ കളക്ഷൻ. അതുപോലെ ചപ്പൽസ്, അതുപോലെ ഡ്രസ്സ് ജെൻസിന് സെപ്പറേറ്റ് ആണ്, അതുപോലെ ലേഡീസിനും കിഡ്സിനും എല്ലാം സെപ്പറേറ്റ് ഓരോരോ ഫ്ലോറാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും സെലക്ട് ചെയ്ത് നിന്ന് ചൂസ് ചെയ്യാം. അത്രയും കളക്ഷൻസ് ഉണ്ട് ഇവിടെ. നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും ഷോപ്പ് ചെയ്യാണ്ട് പോവില്ല. അത്രക്കേറെ കളക്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഉണ്ടോ, വളരെ ചീപ്പാണ്. ഈ ചെരുപ്പിനൊക്കെ 100 സംതിങ് ഒക്കെ ഉള്ളൂ. ചീപ്പാണ്. ചീപ്പ് റേറ്റിൻ്റെ ഉണ്ട്, കൂടുതൽ റേറ്റിൻ്റെ ഉണ്ട്. ചീപ്പ് റേറ്റിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. ലോക്കൽ ആണോയെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത, നമുക്ക് അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണത്. അതുപോലെ ഫാൻസി ഐറ്റംസിലൊക്കെ പോവുകയാണെങ്കിൽ കമ്മലിൻ്റെയും വളകളുടെയൊക്കെ കളക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയേറെ കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ നമ്മുടെ പാലക്കാടുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു 1 ഡേ ട്രിപ്പ് പോലെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കാണാനും അതുപോലെ കുറേ ഷോപ്പിംഗ് ചെയ്യാനും കുറച്ചധികം കാശൊക്കെ കൈ വെച്ചിട്ട് വന്നാൽ നമുക്ക് കുറച്ചധികം വാങ്ങിയിട്ട് പോകാം. കുട്ടികളുടെയൊക്കെ ചപ്പൽ കണ്ടോ, എത്ര കളക്ഷനാണ്. പക്ഷെ എൻ്റെ അനുവിന് കിട്ടിയിട്ടില്ല കേട്ടോ ചപ്പൽ. എൻ്റെ മോന് മാത്രം ഷൂ നോക്കി, പക്ഷെ ഷൂ എടുത്തില്ല. നമ്മളൊരു കെട്ടണ ചെരുപ്പാണ് അവനെ വാങ്ങിയിട്ടുള്ളത്. ഇത് നോക്കൂ, എത്ര അധികം കളക്ഷനാണ് നോക്കൂ ഇതിൻ്റെ ടോയ്സിൻ്റെ. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം കളക്ഷനാണ് ഉള്ളത്. ഞാൻ പാലക്കാട് കണ്ടിട്ട് തന്നെ ഇല്ല അത്ര അധികം കളക്ഷൻ ഉള്ളത്. ഇവിടെ കോയമ്പത്തൂർ തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ ഒരുപാട് ഷോപ്പുകളിൽ പോകാറുള്ളതാണ്. പക്ഷെ ഇത്ര അധികം ടോയ്സിൻ്റെ കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ശരവണ സ്റ്റോഴ്സിൽ മാത്രമേ ഞാൻ ഇത്ര അധികം ടോയ്സിൻ്റെ കളക്ഷൻ കണ്ടിട്ടുള്ളൂ. നോക്കൂ, എത്ര ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. റേറ്റ് കൂടുതലുള്ളതും ഉണ്ട്. അതുപോലെ ഈ സോഫ്റ്റ് ടോയ്സ് ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഒരുപാട് വലിയ സൈസിലുള്ള സോഫ്റ്റ് ടോയ്സ് ഒക്കെ കണ്ടു ഇവിടെ. ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു ഫ്ലോർ മൊത്തത്തിൽ ഈ ടോയ്സിൻ്റെ സെക്ഷനാണ്. അത്രത്തോളം ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാം. സമയം പോണതേ അറിയത്തില്ല. അതാ കുട്ടികൾക്കൊക്കെ അതാ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോയ്സ് ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല പോയത്, പക്ഷെ അവരെ കാണിക്കാണ്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പറ്റണ്ടേ, ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുള്ളതാണ്. ഇതൊക്കെ സോഫ്റ്റ് ടോയ്സ് എന്ത് ഭംഗിയാണ് കാണാൻ, എത്ര വലുതാണെന്നറിയോ, നാച്ചുറലായി തോന്നുന്നുണ്ട്.
പിന്നെ ഇതാ ഞങ്ങൾ അതിന് ശേഷം പോയിട്ടുള്ളത് ആവിൻ നമ്മളെ മിൽമ ഉണ്ടല്ലോ, നാട്ടിൽ മിൽമ ഉണ്ടല്ലോ, അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇവരുടെ ഓൺ, തമിഴ്നാട്ടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഓൺ ബ്രാൻഡാണ് ഈ ആവിൻ എന്ന് പറയണത്. അതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഐസ്ക്രീമും അതുപോലെ ഐസ്ക്രീംസൊക്കെ നിറയെ ഉണ്ട്, നിറയെ ഫ്ലേവേഴ്സിലുണ്ട്. പിന്നെ അത് കൂടാണ്ട് പനീർ ഉണ്ടാവും, ഗീ നല്ല ഫ്രഷ് ഗീ കിട്ടും. പിന്നെ അതുകൂടാണ്ട് ബദാം മിൽക്ക്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഗോവ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് പാൽഗോവ ഇട്ടിട്ടുള്ളൊരു മിൽക്ക് ഉണ്ട്, അതൊക്കെ നല്ല സ്വീറ്റായിരിക്കും. അതൊക്കെ അവൈലബിൾ ആണ് ഇതിവിടെ. ഇതിൻ്റെ കൂടെ ഇതൊരു സെൻറ്റർ, കുറച്ചൊരു വലിയൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് സമയം കളയാനായിട്ട് കുട്ടികളെയും കൂട്ടിയിട്ട് നമ്മൾ വരികയാണെങ്കിൽ, ഈവനിങ് ടൈമൊക്കെ വരികയാണെങ്കിൽ അവർക്കൊരു എൻജോയ്മെൻറ്റും കൂടിയാണ്. കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച്, അതുപോലെ ചായ കാപ്പി എല്ലാം അവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് കുറച്ച് നേരം കളിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ അവിടെ പറ്റും. അങ്ങനെ രാത്രിയായി, അപ്പം തന്നെ കഴിക്കാനൊക്കെ നേരം വൈകി. 8:30 ആകുമ്പോഴാണ് ഈ കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്ത് ഏട്ടൻ അമ്മ വിളിച്ചപ്പോൾ കോൾ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം രാത്രി വീട്ടിൽ പോണ വഴിക്ക് ഒരു ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലത്തെ ഫുഡ് ഇവിടെ വരുമ്പോഴൊക്കെയല്ലേ വെറൈറ്റി ആയി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങി തന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്